സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ വെള്ളക്കാർഡിനുള്ള കിറ്റ് വിതരണമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ കിറ്റ് ലഭിക്കാത്ത നീല കാർഡുകൾക്കും കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. എന്നാൽ ഈ മാസം 20 വരെ മാത്രമേ കിറ്റ് വിതരണം ഉണ്ടാവത്തുള്ളൂ എന്ന് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം കിറ്റ് ലഭിക്കാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അനാഥാലയങ്ങൾക്കും കന്യാസ്ത്രീ മഠങ്ങൾക്കൊക്കെ കിറ്റ് നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ 20-ന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അരിയും നൽകുന്നുണ്ട്. സൗജന്യ ഭക്ഷ്യദാന കിറ്റുകളുടെ റേഷൻ കടകൾ വഴിയുള്ള വിതരണം 20-ന് അവസാനിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചു. വാങ്ങാൻ കഴിയാത്തവർക്ക് 20-ന് ശേഷം സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് രേഖകൾ ഹാജരാക്കി വാങ്ങാം. വെള്ള കാർഡുകാർക്കും അതുപോലെ തന്നെ ഇതുവരെ കിറ്റ് വാങ്ങാത്ത നീല കാർഡുകാർക്കുമാണ് 20 വരെ കിറ്റ് വിതരണം. അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ എന്നിവിടങ്ങളിലെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും സൗജന്യ കിറ്റ് നൽകും. കന്യാസ്ത്രീ മഠങ്ങളിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത്. ഇതിന് മഠത്തിലുള്ളവർ താലൂക്ക് സപ്ലൈ ഓഫീസർമാരെ സമീപിക്കണം. 87.28 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ നൽകിയെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ കുടുംബമായി താമസിക്കുന്ന എല്ലാവർക്കും തന്നെ ഭക്ഷ്യദാനവും കിറ്റും നൽകിയെന്നും അറിയിച്ചിട്ടുണ്ട്. അപേക്ഷിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ വെള്ളക്കാർഡ് കൊടുക്കുന്ന സംവിധാനം നിലവിലുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന പലർക്കും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പ്രയാസമുള്ളതിനാൽ ആധാർ കാർഡ്, ഫോട്ടോ, സത്യവാങ്മൂലം എന്നിവ നൽകിയാൽ റേഷൻ കാർഡ് നൽകാനാണ് തീരുമാനം. അപ്പോൾ 21 മുതൽ PMGKAY പ്രകാരമുള്ള റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. അതിനാലാണ് 20-ന് തന്നെ കിറ്റ് വിതരണം, റേഷൻ കട വഴിയുള്ള കിറ്റ് വിതരണം നിർത്തുന്നത്. അപ്പോൾ കിറ്റ് ലഭിക്കാത്തവർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ രേഖകളായിട്ട് പോയാൽ മതി. അപ്പോൾ ഇപ്പോൾ കിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കാർഡിൻ്റെ 1, 2 അവസാനം വരുന്നവർക്ക് ഇന്നും, അതുപോലെ തന്നെ 3, 4, 5 അക്കങ്ങളുള്ളവർക്ക് 18-നും 6, 7, 8 അക്കങ്ങളുള്ളവർക്ക് 19-നും ശേഷിക്കുന്ന മുഴുവൻ വെള്ളക്കാർഡ് ഉടമകൾക്കും 20-നും കിറ്റ് വിതരണം നടക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ കിറ്റ് ലഭിക്കും. കിറ്റ് ലഭിക്കാത്തവർ സപ്ലൈകോ ഓഫീസിൽ പോവുക 20-ന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അരി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.